السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وآله وصحبه أجمعين، أما بعد. الله سبحانه وتعالى അനുഗ്രഹീതമായ ഒരു നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ച് അല്ലാഹു തആല ഈ വിവാഹ ബന്ധത്തിൽ കൂടി ഇണക്കി ചേർക്കുന്ന ഇണകളെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഴുവൻ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അയച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി അല്ലാഹു നമ്മൾക്ക് നൽകിയ ഈ കാരുണ്യം, അത് ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ നേടിയെടുക്കാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ അനുഗ്രഹീതമായ സുന്നത്തുകൾ, ശരീഅകൾ, തങ്ങൾ നമ്മളിപ്പോൾ പഠിപ്പിച്ചു തന്ന അമലുകളെ പിൻപറ്റുക എന്നുള്ളതാണ്. ഈമാൻ, സാലിഹായ അമലുകൾ, ഇത് രണ്ടുമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. സമ്പത്ത്, അതിലൂടെ വസ്തുക്കൾ, അത് ജീവിതത്തിന്റെ ആവശ്യങ്ങളാണ്. ഇസ്ലാമിന്റെ വളരെ സുന്ദരമായ, സാധാരണ ചിലപ്പോഴും വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വശമാണ് നമ്മളിപ്പോൾ ഈ കൂടിയിരിക്കുന്ന കാര്യം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം, അതിനോടുകൂടി അവന്റെ ആത്മാവ് ചേരുമ്പോഴാണ് ജീവിതം, മരണം വരെ മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടിനെ ഇണക്കി ചേർക്കുന്ന ഒരു ദീൻ അല്ലാഹു നമുക്ക് നൽകി. നമസ്കാരത്തില് മനസ്സും ശരീരവും ഒരുമിച്ചാണ് അല്ലാഹുവിനെ വണങ്ങുന്നത്. സുജൂദില് നെറ്റി, മൂക്ക് വെക്കുമ്പോഴും നമ്മളെ ഹൃദയം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. പഴങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ മരങ്ങൾ നടാറുള്ളത്, പക്ഷെ അതിന്റെ തണൽ ഒരു ആശ്വാസമാണ്. നമ്മുടെ ഈ ദീൻ ആഖിറത്തിലേക്കുള്ള സ്വർഗത്തിന്റെ പഴങ്ങളുടെ ഒരുക്കമാണ്. പക്ഷെ അതിന്റെ തണലിൽ ഈ ദുനിയാവിയായ ജീവിതവും ആശ്വാസമുള്ളതായിട്ട്, റാഹത്തുള്ളതായിട്ട് മാറുക. അതുകൊണ്ട് സാധാരണ നിലയിൽ ചിന്തിക്കുമ്പം വിവാഹം, രണ്ട് ഇണകളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു ഭൗതികമായ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മസ്ജിദിലാണെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കാൻ പോലും നമ്മൾ അനുവദിക്കപ്പെടാത്തവരാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹുകൾ മസ്ജിദിൽ നടത്തുന്നതിനെ സുന്നത്താക്കി. മുസ്ലിമീങ്ങളുടെ ഒരു വലിയ സംഘം, ഈ ഇണകളുമായി ബന്ധമുള്ള അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വലിയ സംഘത്തിന്റെ മുന്നിൽ അവരെ സാക്ഷികളായിക്കൊണ്ടാണ് ഈ കാര്യം നടത്താൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിവാഹം പോലെയുള്ള ഒരു കാര്യം പോലും ദീൻ അനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആഖിറത്തിലേക്കുള്ള നമ്മളുടെ ഒരു ഒരുക്കമാണ്. വാസ്തവത്തിൽ നമ്മളുടെ ദുനിയാവിനെ ദീനാക്കി മാറ്റുന്ന ഒരു വലിയ രക്ഷയുടെ വഴിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ദുനിയാവിന്റെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും, ഉറക്കം, ഭക്ഷണം മുതൽ ഇങ്ങോട്ട് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ പോലും നമ്മളുടെ ദീനാണ്, നമ്മുടെ റബ്ബിന്റെ അനുസരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ അവരോട്, നിങ്ങളുടെ ഇണകളോടുള്ള നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ പോലും പ്രതിഫലമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ, ഞങ്ങളിൽ ഒരാൾ അയാളുടെ വികാരം പൂർത്തീകരിക്കുന്നതിന് പ്രതിഫലമുണ്ടോ എന്ന് സഹാബാക്കൾ ചോദിച്ചു പോയി. അത് തെറ്റായ വഴിയിലൂടെയാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ അത് ഹറാമാണ്, ശിക്ഷയുടെ വഴിയാണ്. അനുവദനീയമായ വഴിയിലാവുമ്പോൾ അതും പ്രതിഫലമുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് എണ്ണ ചേരുന്നതിന് മുമ്പ് രണ്ട് ഇണകൾക്കും അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കാനുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന. അള്ളാഹുവിന്റെ നാമത്തിലാണ് ആ ശാരീരിക ബന്ധം പോലും നമ്മൾ തുടങ്ങുന്നത് തന്നെ. അപ്പൊ ദീനിന്റെ ഒരു വലിയ, ഒരു സുന്ദരമായ ഒരു വശമാണ്. അതിനുവേണ്ടി നമ്മൾ കൂടിയിരിക്കുകയാണ്. രണ്ട് ശരീരങ്ങളെ, രണ്ട് മനസ്സുകളെ ചേർക്കുക, അവരുടെ കുടുംബങ്ങളെ ചേർക്കുക, വലിയൊരു ഖൈറിന്റെ വാതിലാണ്. അല്ലാഹു തആല അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഏത് കാര്യവും നമുക്കറിയാം, നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടത്. പ്രായമായി കെട്ടിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നിക്കാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയെ പൂർത്തീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കലാണ്. നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തങ്ങൾക്ക് മുമ്പുള്ള ഭൂരിപക്ഷം നബിമാരുടെയും സുന്നത്താണ്. ഇതൊരു സുന്നത്തിന് ഹയാത്താക്കലും കൂടിയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടലാണ്. അഥവാ ഇങ്ങനെ ഒരു കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ബന്ധങ്ങൾ അത് അവിഹിത ബന്ധങ്ങളായി മാറി അതിൽ നിന്നുള്ള സന്താനങ്ങൾക്ക് മാതാപിതാക്കളെ കുറിച്ച് പോലും അറിയാത്ത അവസ്ഥ സംജാതമാകുമായിരുന്നു. അതുകൊണ്ട് വിവാഹിതരാകുന്നവർ, പ്രത്യേകിച്ച് വിവാഹത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ, ഇനി വിവാഹം കഴിക്കാനുള്ളവർ, നമ്മുടെ വിവാഹത്തിലേക്കുള്ള ചുവടുവെപ്പ് നല്ല നീയത്തോടു കൂടിയായിരിക്കണം. ബാക്കിയുള്ള എല്ലാ നന്മകളിലേക്ക് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവേശിക്കുന്നത് പോലെ ഈ നന്മയിലേക്ക് നല്ല നീയത്തോടുകൂടി പ്രവേശിക്കും. ധാരാളം നന്മകൾ വിവാഹബന്ധങ്ങളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യന്റെ വികാരം, അതൊരു വിശപ്പ് പോലെയുള്ള കാര്യമാണ്. അനുവദനീയമായ വഴിയിൽ മനുഷ്യന്റെ വിശപ്പ് അതടക്കാനുള്ള വഴികൾ കിട്ടാവുമ്പം ഒരു തെറ്റിലേക്ക് അയാൾ ചിന്തിക്കാൻ പോലും തയ്യാറാവും. ഒരാളെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ഭക്ഷണമൊക്കെ ചൂടോടെ തയ്യാറാക്കി നിങ്ങളെ ഞാനും കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ്, ഇന്ന് കുറച്ച് വിശിഷ്ടമായ ഭക്ഷണമാണ്. ഇപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ഒരു അയൽവാസിയുടെ വീട്ടിൽ കയറി അയാൾ കഴിച്ച ഒരു പാത്രത്തിലെ പഴഞ്ചോറ് വാരി തിന്നാൻ അയാൾക്ക് ചിന്ത പോലും വരില്ല. അതിന്റെ ആവശ്യം അയാൾക്കില്ല. അപ്പൊ മനുഷ്യന്റെ വികാരം പോലെ, വിശപ്പ് പോലെ അനുവദനീയമായ കാര്യങ്ങളിലേക്ക് ആ നന്മകൾ തിരിച്ചുവിട്ടാൽ പിന്നെ അതൊരു വലിയ പരിചയമാണ്. അതുകൊണ്ട് വിവാഹം ഒരു പരിചയമാണ്. ഹറാമിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ. ഇപ്പൊ പ്രായമായി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ വിവാഹം പോലെ വിവാഹം നടത്തപ്പെടുന്നത് വലിയ ഹറാമുകളുടെ വാതിലുകളെ പൊട്ടിയടക്കുന്ന ഒരു കാര്യമാണ്. വലിയ വാതിലുകളെ പൊട്ടിയടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വിവാഹത്തിലൂടെ വികാരങ്ങളുടെ ശരിയായ വഴിയിലുള്ള, അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴിയിലുള്ള അതിനെ ചെലവഴിക്കൽ, ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. ഇതേപോലെ വിവാഹത്തിലൂടെ സന്താനങ്ങൾ, മറിയം റളിയല്ലാഹു അൻഹ അവരുടെ ഉമ്മ ഗർഭിണിയായ സമയത്ത് തന്നെ നിയ്യത്ത് ചെയ്തു, ദുആ ചെയ്തു. തന്റെ വയറ്റിലെ കുട്ടിയെ അള്ളാഹുവിന് വേണ്ടി തന്നെ ദുആ ചെയ്തു. നിയ്യത്ത് ചെയ്തത് മാത്രമല്ല, അത് കബൂലാകാൻ വേണ്ടി ദുആ ചെയ്തു. ഏറ്റവും നല്ല നിലയിൽ അല്ലാഹു തആല ആ നിയ്യത്തിനെ, ആ ദുആയിനെ കബൂലാക്കി. ഖുർആൻ ഷരീഫിൽ ആ നിയ്യത്തും ദുആവും അല്ലാഹു തആല എടുത്തു പറഞ്ഞു. പെൺകുട്ടിയായിരുന്നു പ്രസവിച്ചപ്പം, അവർ പ്രതീക്ഷിച്ചത് ആൺകുട്ടിയാണ്. പക്ഷെ ആ പെൺകുട്ടിയെ അല്ലാഹു തആല ഏറ്റവും നല്ല നിലയിൽ കബൂലാക്കി. അവരാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹ. അവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നമ്മുടെ സന്താനങ്ങളെക്കുറിച്ച് ഈ നല്ല നിയ്യത്ത് ഉണ്ടാവണം. അത് കബൂലാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. തലമുറകൾ നിലനിൽക്കുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. മാതാപിതാക്കൾ, മക്കൾ, ചെറിയ പ്രായത്തിലെ മക്കളോടുള്ള സ്നേഹം, പരിചരണ, അവരെ ദീൻ പഠിപ്പിച്ച് അവരെ വളർത്തി വലുതാക്കി. ഇതേപോലെ അവർ പ്രായമാകുമ്പോൾ നല്ല ബന്ധങ്ങളിൽ അവരെ ചേർത്ത് കൊടുത്തു. ഒരു ഉമ്മയുടെ, വാപ്പയുടെ കരുണയുടെ സ്നേഹത്തിന്റെ തണലിലാണ് മക്കൾ വളർന്നു വലുതായി പിന്നെ അവരൊരു പുതിയ ജീവിതത്തിലേക്ക്, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മാതാപിതാക്കളാകാൻ പോകുന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അവർ ചുവടുവെക്കുന്നു. ഇതൊരു വലിയ നന്മയാണ്. ദീനിലൂടെ ദീനിനെ വളർത്തുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനിനെ നിലനിർത്താൻ ലോകത്ത് ത്യാഗം ചെയ്യുന്ന സന്താന പരമ്പരകൾ, തലമുറകൾ നമ്മളിലൂടെ ഉണ്ടായിത്തീരുന്നത്. ഇതുപോലെ വിവാഹത്തിന്റെ മറ്റൊരു നന്മയാണ് കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. ഈ വിവാഹത്തിലൂടെ മാഷാ അല്ലാഹ് രണ്ടുപേരുടെയും കുടുംബങ്ങൾ വലിയ അടുത്ത ബന്ധത്തിലായിത്തീരും. അതിലൂടെ ധാരാളം ബന്ധങ്ങൾ ഇങ്ങനെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കും. വാസ്തവത്തിലെ കുടുംബങ്ങൾ അത് നിലനിൽക്കാനും വളരാനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം വിവാഹമാണ്, നിക്കാഹാണ്. പക്ഷെ ഇന്ന് പല ബാത്തിലായ കാഴ്ചപ്പാടുകളും ഈ അടിസ്ഥാനത്തിനെ തന്നെ തകർത്ത് കളയുന്നുണ്ട്. അതിലൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ജീവിതം എങ്ങനെയെങ്കിലും സുഖിച്ച് തീർക്കണം എന്നുള്ളതാണ്. ചെറിയ ജീവിതമാണ്, അപ്പോൾ സുഖിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല.
ജീവിതം നമുക്ക് മരണത്തിനു വേണ്ടി ഒരുങ്ങാനുള്ള സന്ദർഭമാണ്. സുഖങ്ങളൊക്കെ പൂർണ്ണതയോടുകൂടി ആഖിറത്തിലും സ്വർഗത്തിലുമാണ്. ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ പൈലറ്റ് അനൗൺസ് ചെയ്തു, നമ്മുടെ ഈ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ അത് ഇറങ്ങുമ്പം ടയർ പുറത്തേക്ക് വരും. ആ ടയറിൻ്റെ മേലെയാണ് വിമാനം റൺവേയിൽ ഇറങ്ങേണ്ടത്. അത് വർക്ക് ചെയ്യുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് വിമാനം എവിടെയെങ്കിലും ഇടിച്ചിറക്കേണ്ടി വരും. ഒരു 4 മണിക്കൂർ പറക്കാനുള്ള ഇന്ധനമുണ്ട് വിമാനത്തിന്. അതുകൊണ്ട് 4 മണിക്കൂർ വരെ നമുക്ക് ആകാശത്ത് പറക്കാം. അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചിറക്കേണ്ടി വരും. ഇത് കേട്ടാൽ യാത്രക്കാരുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ യാത്രക്കാരെ സേവനം ചെയ്യാൻ വേണ്ടി എയർ ഹോസ്റ്റസ്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ ഒരാൾ പറയാണ്, ആകെ 4 മണിക്കൂറേ ഉള്ളൂ, വേണ്ട പോലെ ആസ്വദിച്ചു. ആകെ 4 മണിക്കൂറേ ഉള്ളൂ, വേണ്ടതുപോലെ ആസ്വദിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? യാത്രക്കാരുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളാണെങ്കിൽ 4 മണിക്കൂർ പോയിട്ട് 4 മിനിറ്റോ 4 സെക്കൻഡോ പോലും ഉറപ്പില്ലാത്ത ആൾക്കാരാണ്. ഏത് സമയം ഖബറിലേക്ക് ഇടിച്ചിറങ്ങുന്ന നമ്മുടെ ദുനിയാവിന്റെ ജീവിതമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സുഖിക്കുക എന്നുള്ള കാഴ്ചപ്പാട് വലിയ അപകടത്തിന്റെ കാഴ്ചപ്പാടാണ്. മറ്റൊരു വിവാഹബന്ധത്തിനെ തകർക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യത്തിനെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഒരു നിയമത്തിന് കീഴ്പ്പെടാതെ ജീവിക്കണം, തന്നിഷ്ടം. ഇത് വേറൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ പിന്നെ വിവാഹങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പോകും. ഇത് വലിയ അപകടമാണ്. വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ നിയന്ത്രണങ്ങളും ചിട്ടകളുമാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക. ഒരാൾ 50 ലക്ഷം രൂപ കൊടുത്ത് ഒരു കാറ് വാങ്ങിച്ചു. പക്ഷെ ആ മനുഷ്യൻ കാർ ഉപയോഗിക്കുന്നത് ആ കമ്പനി പറയുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. എൻ്റെ കാറ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്ക് എന്താ കാര്യം? ഇപ്പൊ പെട്രോൾ ഒഴിക്കുന്ന സ്ഥലത്ത് പച്ചവെള്ളം ഒഴിച്ചു. ചെറിയ വ്യത്യാസങ്ങൾ പോലും ആ വാഹനത്തിന്റെ ഉപയോഗത്തെ അപകടത്തിലാണ്, അല്ലെങ്കിൽ പ്രയോജനം ഇല്ലാതാക്കും. ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്, റോഡിൽ കൂടി അയാളുടെ വാഹനം ഓടിക്കാൻ. പക്ഷെ അയാൾ നിയമങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അപകടങ്ങളിലേക്ക് പോകും, അയാളുടെയും യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ പാലിക്കാത്തവരായി അറിയപ്പെടുന്നത് ഭരണകൂടങ്ങളുടെ മുമ്പിൽ മാഫിയ ഗ്യാങ്ങുകളാണ്. പക്ഷെ അവരുടെ നിയമങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് വെച്ചാൽ ആരെങ്കിലും അതിൽ നിന്ന് ആ നിയമം തെറ്റിച്ചാൽ പിന്നെ കൊലപാതകമാണ്, അയാൾക്ക് ജീവിക്കാൻ അർഹതയില്ല എന്നാണ്. അത് അവരുടെ നിയമങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ നിയമങ്ങളില്ലാത്തവർക്കും അവരുടേതായ നിയമങ്ങളുണ്ട്. ദുനിയാവിന്റെ ചെറിയ കാര്യം, ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യം പോലും ഒരു ചിട്ടയില്ലാതെ പൂർത്തിയാകില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും വലിയ ജീവിതം, ആഖിറത്തിന്റെ ഒരുക്കത്തിന്റെ ഈ സന്ദർഭം നിയമങ്ങൾക്ക് കീഴ്പ്പെടാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അതുകൊണ്ട് ഇതൊരു അപകടമായ കാഴ്ചപ്പാടാണ്. മറ്റൊരു വിവാഹത്തിന് കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ബാത്തിലിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആൺകൾ പെണ്ണുകൾ ഇതൊക്കെ തുല്യരാണ്. ആത്മാവ്, ജീവിതം, ആഖിറത്തിന്റെ ഒരുക്കം, ഇതിലൊക്കെ തുല്യതയുണ്ടെങ്കിലും ഭൗതിക ജീവിതത്തിലെ വ്യത്യാസങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരു അമേരിക്കയിൽ നിന്നൊരു ജമാഅത്ത് വന്നിരുന്നു. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിൽ സ്ത്രീകളും പുരുഷന്മാരുണ്ട്, ഒരു ഡിബേറ്റ് നടന്നു സമത്വത്തെക്കുറിച്ച്. അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ആളുകൾ ചെയ്യുന്നതൊക്കെ ഞങ്ങളും ചെയ്യും, അതേപോലെ ഒരു വ്യത്യാസമില്ലാതെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്മേറ്റ് എഴുന്നേറ്റ് ടീഷർട്ട് ഊരി, എന്നിട്ട് പറഞ്ഞു, ഇത്രയും ചെയ്താൽ മതി, തുല്യമാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. ഇത്രയും ചെയ്താൽ മതി, തുല്യതയാണെന്ന് ഇപ്പൊ തന്നെ അറിയാൻ പറ്റുന്നു. അതുകൊണ്ട് പുരുഷന്മാരാരും സാരിയോ ചൂരിദാറോ ഒന്നും വിട്ട് നടക്കാറില്ല. സ്ത്രീകളെ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ, പുരുഷന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാറി നിൽക്കാൻ, സ്ത്രീകളെ ജോലിക്ക്, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, പിന്നെ നിയന്ത്രണമില്ലാത്ത ഒരു ഹറാമായ വഴികളിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു ജീവിതം. അതുകൊണ്ട് ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ ഈ സുന്ദരമായ വശം, ദുനിയാവ് തന്നെ ദീനായി മാറുന്ന, ദീനനുസരിച്ചുള്ള ജീവിതത്തിലൂടെ എല്ലാ നന്മകളുടെയും ഖൈറുകളുടെയും വാതിലുകളും വഴികളും തുറക്കുന്ന ഒരു വലിയ നന്മക്ക് വേണ്ടി അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയതാണ്. പക്ഷേ വിവാഹം മാത്രമല്ല, ദീനിന്റെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവന്റെ ഈമാനിയായ ശക്തിയാണ്. എന്റെ വിജയം, എന്റെ രക്ഷ, എനിക്കെന്റെ റബ്ബിന്റെ സഹായം,
എൻ്റെ എല്ലാ നന്മകളും മറഞ്ഞു കിടക്കുന്നത് ഏത് സാഹചര്യത്തിലും എൻ്റെ റബ്ബിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ മാത്രമാണ്. സന്ദർഭത്തിലും സാഹചര്യത്തിലും അള്ളാഹുവിന്റെ കൽപ്പന എന്താണെന്ന് അറിയുക, ആ ഇൽമനുസരിച്ച് അള്ളാഹുവിന്റെ സ്മരണയോടുകൂടി ആ അമലിനെ പ്രാവർത്തികമാക്കാന്നതാണ്. പക്ഷെ ഈമാനിന്റെ പരിശ്രമം, അതിലൂടെയാണ് ഈമാൻ ശക്തിപ്പെടുന്നത്. സഹാബാക്കളെ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഈമാനുള്ളവരാക്കി മാറ്റി. അതിനുശേഷം അവരുടെ മുമ്പിൽ വന്ന കൽപ്പനകൾ അത് അവർക്ക് അനുസരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും എളുപ്പമായി തീർന്നു. അതുകൊണ്ട് ഈമാന്റെ പരിശ്രമം, അതോടൊപ്പം മനുഷ്യൻ ഈമാനോടുകൂടി ചെയ്യുന്ന അമലുകൾ, ജീവിതത്തിന്റെ ദീനനുസരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, ആ പരിശ്രമത്തിലൂടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദീനുണ്ടായിത്തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിന്റെ മാർഗത്തിലെ യാത്രകളിൽ ഒരു ഭാര്യയെ എപ്പോഴും കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു. എല്ലാവരും പോകാൻ ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ടായിരിക്കണം നറുക്കെടുത്തിട്ട് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ഈ ഉമ്മത്തിന് വെള്ളമില്ലാത്ത പ്രയാസങ്ങൾ വരുന്ന സമയങ്ങളിൽ, യാത്രകളിലൊക്കെ തയമ്മുമിന്റെ ആ നിയമം കിട്ടിയത് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചെയ്ത യാത്രയിൽ നിന്നാണ്. സംസമിന്റെ ഉറവ് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട് ഈ ഉമ്മത്തിന് കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഹാജർ റളിയല്ലാഹു അൻഹ ആ യാത്രയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പൊ ധാരാളം നന്മകളുടെ വഴികളാണ്. അതുകൊണ്ട് വിവാഹത്തിന് ശേഷം ജീവിതം ഒരു പുതിയ വഴിത്തിരിവോടുകൂടി തുടങ്ങുകയാണ്. വിവാഹത്തിന് മുമ്പുള്ള ജീവിതം ഒരു ഘട്ടമായിരുന്നു. ഇനി വിവാഹത്തിന് ശേഷം ഭാര്യയോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, വിവാഹത്തിന്റെ പേരിൽ വരുന്ന കടപ്പാടുകൾ, ഇതൊക്കെ മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടുകൂടി പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ. ഇതുവരെ മാതാപിതാക്കളുടെ തണലിലായിരുന്നു, ഇനി ആ തണലിൽ തന്നെയാണ്. എങ്കിലും ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വിവാഹത്തിന് ശേഷം ഒരാൾ കാലെടുത്ത് വെക്കാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഭാര്യയോട് പെരുമാറുന്നവൻ. ഒരാളുടെ മാന്യത, അയാളുടെ സൽസ്വഭാവം, അയാളുടെ സൽഗുണങ്ങളൊക്കെ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ, ഉമ്മ, ബാപ്പ, ഇവരൊക്കെ തന്നെയാണ്. അള്ളാഹുവിന്റെ വഴിയിൽ കൂടെ കൂടെ പോകുന്ന ഒരു സഹോദരൻ, ഏതാവശ്യം വന്നാലും ദീനിന്റെ കാര്യങ്ങൾക്ക് അദ്ദേഹം മുടക്കം വരാത്ത ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ വിവാഹപ്രായത്തിന്റെ സമയമായി. പുതിയാപ്പിളെ അന്വേഷിച്ചു തുടങ്ങി മകൾക്ക് വേണ്ടി. ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പോലത്തെ ഒരു നല്ല പുതിയാപ്പിള എന്റെ മകൾക്ക് കിട്ടാൻ വേണ്ടി. വാസ്തവത്തിൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ വാക്ക്. നിങ്ങളെപ്പോലെ നല്ല ഒരു പുതിയാപ്പിള എന്റെ മകൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, അള്ളാഹുവിന്റെ വഴിയിൽ പോകുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ പൂർത്തീകരിക്കാത്തവരാണ്. പക്ഷെ വാസ്തവത്തിൽ ഒരാൾക്ക് ദീൻ ഉണ്ടാകുമ്പോഴാണ് ഭാര്യ ആരാണ്, എന്താണ് കടമ എന്ന് പോലും ചിന്തിക്കുന്നതും പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദീനിന്റെ വഴിയിൽ എത്രയോ ഉമ്മമാർക്ക് മക്കളെ തിരിച്ചു കിട്ടി, എത്രയോ വാപ്പമാർക്ക് മക്കളെ തിരിച്ചു കിട്ടി, എത്രയോ ഭാര്യമാർക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടി. ഞങ്ങളൊരു ജമാഅത്തിൽ യാത്ര ചെയ്യായിരുന്നു, വിദേശ ജമാഅത്താണ്. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഡെന്റിസ്റ്റ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് ഒരു ഗ്രാമത്തിൽ പോയി, വളരെ മോശമായി നാട്ടിൽ തന്നെ ഒരു ഗുണ്ടയായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. അയാളെ പോയി കണ്ടു, സംസാരിച്ചു, സ്നേഹത്തിലെ മയത്തില് പള്ളിയിൽ കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ ദീനിന്റെ കാര്യങ്ങൾ മസ്ജിദിൽ വിളിച്ച് കേട്ടു. അയാള് അള്ളാഹുവിന്റെ വഴിയിൽ ഇവരുടെ കൂടെ പുറപ്പെട്ടു കുറച്ചു ദിവസം. അപ്പൊ ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് ഭർത്താവിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം വന്നിരുന്ന ഉടനെ ഭാര്യയെ വിളിച്ചു. അപ്പൊ ഭാര്യ പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം സാധാരണ ഇദ്ദേഹത്തിന്റെ ശീലം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും രുചി കുറവോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഉടനെ പാത്രങ്ങൾക്ക് വലിച്ചെറിയും, അടിക്കും. പേടിച്ചിട്ടാണ് സ്ത്രീ ഭർത്താവിന്റെ അടുത്തേക്ക്. പക്ഷെ ഇദ്ദേഹം ഭാര്യയെ കൈപിടിച്ച് അടുത്തുള്ള കസേരയിലിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കുറേ തെറ്റുകൾ ചെയ്തു ജീവിതം മുഴുവൻ, നീ ആയതുകൊണ്ട് ക്ഷമിച്ചതാണ്.
നീ അതൊക്കെ മാപ്പാക്കണം. അദ്ദേഹം ഒരു ഉരുള ആഹാരം അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ജമാഅത്തിന്റെ അമീർ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യയുടെ വായിൽ ഒരു ഉരുള ആഹാരം വെച്ച് കൊടുക്കുന്നത് സദഖയാണ്. അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ബിസ്മി പറഞ്ഞ് ഭാര്യയുടെ വായിൽ ഉരുള ആഹാരത്തെ വെച്ചു കൊടുക്കാം. ആ സ്ത്രീക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇതെന്റെ ഭർത്താവ് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. വാസ്തവത്തില് ഏറ്റവും കൂടുതൽ നമ്മളുടെ കാരുണ്യം അല്ലെങ്കിൽ സ്നേഹം അതൊക്കെ അർഹിക്കുന്നത് ഭാര്യമാരാണ്. അവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാരികൾ, വീട്, നാട്, ഇത് മുഴുവനും അവര് എന്നേക്കുമായിട്ട് ബന്ധങ്ങളുണ്ടാവും. എങ്കിലും അവര് നമ്മളെ വീട്ടിലേക്ക്, അവരപരിചിതമായ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ അടുത്തേക്ക് അവര് യാത്ര ചെയ്തു വരാം. ഒരു നിലക്ക് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, സ്വർഗത്തിന് വേണ്ടി പോലും ആണുങ്ങളായ നമ്മൾ ഇത്ര ത്യാഗം ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചു ദിവസം ജമാഅത്തിൽ പോയി തിരിച്ചു വന്നു, ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തൃപ്തിപ്പെട്ടു. പക്ഷെ ഈ പെൺകുട്ടി അവളുടെ ഏറ്റവും നല്ല പ്രായത്തിന്റെ സമയത്ത് അവൾ ഇറങ്ങി വരികയാണ് വേറെ വീട്ടിലേക്ക്. അപ്പൊ ഇതൊരു അതിഥിയാണ്, അള്ളാഹുവിന്റെ നിയമപ്രകാരം നമ്മൾക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ്. അതുകൊണ്ട് എന്താണോ അവർക്ക് ജീവിതത്തില് നമ്മളുടെ ഈ ബന്ധത്തിലൂടെ കുറയുന്നത്, അതിന്റെ പരിഹാരം ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ വാപ്പ എല്ലാവരും ചേർന്ന് കൊടുക്കണം. അവരുടെ മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരം ഭർത്താവിന്റെ മാതാപിതാക്കളുടെ സ്നേഹം അവർക്ക് കിട്ടണം. അവരുടെ സഹോദരി സഹോദരന്മാർക്ക് പകരം ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്ന് അവർക്ക് സ്നേഹവും അതേപോലെ കരുണയും കിട്ടണം. അവരെ എത്രത്തോളം കൈനീട്ടി സ്വീകരിക്കണമെന്ന് വെച്ചാൽ അവർ സ്വന്തം വീട്ടിലുള്ളതുപോലെ തന്നെ അവർക്ക് തോന്നണം. ഒരു വിഷമം വരുമ്പോൾ വീട്ടിലേക്ക് പോകണ്ട, ഈ വീട് തന്നെ എന്റെ എല്ലാ സമാധാനത്തിന്റെയും സ്ഥലമായിട്ട് അവർക്ക് തോന്നും. ഇതിനെതിരെ ചെയ്യുന്നത് വലിയ അക്രമമാണ്. നമ്മൾ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. മറിച്ച് വാസ്തവത്തില് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതും ഏർപ്പാടുകളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. ദീനിന്റെ നിയമങ്ങൾ നോക്കുമ്പോൾ അവരെ ആ കാര്യത്തിൽ ശകാരിക്കാനോ കുറ്റപ്പെടുത്താനോ പോലും നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് മാഷാഅല്ലാഹ് ഈ സദസ്സിലെ പെൺകുട്ടികൾ വീട്ടിലേക്ക് കടന്നു വന്നവരുണ്ടാവും. നമ്മുടെ മരുമക്കൾ, എന്താ ഇവിടെ പറയാൻ അല്ലേ, മരുമക്കൾ ഒരു വലിയൊരു കടമയാണ്, വലിയൊരു ബാധ്യതയാണ്. ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത് ഇത്രയും നല്ലൊരു പ്രായത്തിൽ ഇറങ്ങി വരാൻ. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ മക്കളെ പ്രസവിക്കുന്നതും പരിപാലിക്കുന്നതും വീട് നോക്കുന്നതും, ശമ്പളത്തിന് ആരെങ്കിലും ഇങ്ങനത്തെ ജോലിക്ക് വെച്ച് നോക്കാം, അപ്പോൾ അറിയാം ആത്മാർത്ഥമായിട്ട് ഒരു പ്രതിഫലേച്ഛയില്ലാതെ ഈ ഒരു ബന്ധത്തിന്റെ സ്നേഹത്തിന്റെയും പേരിൽ. പിന്നെ നമ്മളുടെ മോശമായ പെരുമാറ്റങ്ങൾ പോലും ക്ഷമിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അവർ വഴങ്ങിത്തരാൻ. അതുകൊണ്ട് ഇത് വലിയ വീഴ്ചയുണ്ട് ഈ കാര്യത്തിൽ. സ്ത്രീകളോടുള്ള കടപ്പാടുകളെ പൂർത്തീകരിക്കുന്നതിൽ വലിയ വീഴ്ചയാണ്. പെൺകുട്ടികൾ വിവാഹിതരാകാൻ ആഗ്രഹിക്കാതിരിക്കാത്തതിന്റെ ഒരു കാരണം നമ്മളാണ്, ഇരിക്കുന്നത് നമ്മളെല്ലാവരുമാണ്. കാരണം അവരവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ, അവരുടെ ഇത്താത്തയുടെ ജീവിതത്തിലൊക്കെ കാണുന്നത് അവരെ വിവാഹത്തിലേക്ക് ആഗ്രഹിപ്പിക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവര് ഭയന്നുകൊണ്ട് പിന്മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ അതിഥിയായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരു അനുവാദത്തോടുകൂടി കടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ മനസ്സറിഞ്ഞ് സ്വീകരിക്കും. ഇതും നമ്മുടെ ഒരു മകള് തന്നെയാണ്. വീട്ടിൽ കടന്നു വന്നത് നമ്മുടെ ഒരു ജോലിക്കാരിയല്ല, മറിച്ച് നമ്മളുടെ ഒരു മകളാണ്. നമ്മൾ അവർക്കൊരു ഉമ്മയാണ്, അല്ലെങ്കിൽ ആ ഉമ്മക്ക് പകരമാണ്, അല്ലെങ്കിൽ വാപ്പാക്ക് പകരാണ്. ഈ നിലയിൽ കുടുംബജീവിതങ്ങളിൽ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വിവാഹങ്ങളെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? എല്ലാ ഫിത്നകളുടെയും വാതിൽ അതിലൂടെ അടഞ്ഞു പോവുകയും ചെയ്യും. ഞാനൊരു വിദേശ രാജ്യത്ത് പോയപ്പോൾ ഒരു കിതാബ് കണ്ടു. ഒരു ഡോക്ടർ എഴുതിയതാണ്. അയാൾ ഗൈനക്കോളജിസ്റ്റാണ്, അമേരിക്കയിലാണ് അയാളുടെ ജോലി. അയാള് ഈ കിതാബ് എഴുതാനൊരു കാരണം അതിൽ ആമുഖത്തിൽ പറയുന്നുണ്ട്. ആ കാരണം ഏകദേശം 13 വയസ്സാകുമ്പോൾ തന്നെ അമേരിക്കയിൽ 70% പെൺകുട്ടികളും ഗർഭിണികളാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സാണ് ഈ ഗർഭം ഇല്ലാതാക്കി കൊടുക്കേണ്ട ആൾക്കാർ. ഗ്രാമങ്ങളിൽ അത് 50% പെൺകുട്ടികൾ 13 വയസ്സാകുമ്പോഴേക്ക് ഗർഭിണികളാണ്. പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് വന്ന് അപ്പൊ എന്താ ഇതിന് പരിഹാരം? അതിന്റെ പരിഹാരത്തിന് വേണ്ടി ആ ഡോക്ടർ എഴുതിയ പുസ്തകമാണ്. അതിന്റെ ഹെഡിങ് ഹൗ നോട്ട് ടു ഗെറ്റ് പ്രഗ്നന്റ് എന്നാണ്. ഗർഭിണിയാകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും.
അപ്പൊ അവരുടെ സംസ്കാരത്തിന് ഇതാണ് പരിഹാരം. 13 വയസ്സായ പെൺകുട്ടികൾ അവര് ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മാറുന്നത് ദീനും വിവാഹവും ഒക്കെ സമൂഹത്തിന് നല്ല നിലയിൽ ശരിയായ നിലയിൽ നടക്കുമ്പോഴാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ കടന്നുപോയ ഒരു പെൺകുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തു. ഏറ്റവും കൂടുതൽ ദീൻ അവര് സ്ത്രീകളുടെ കൂട്ടത്തിൽ പഠിച്ചെടുത്തു. ദീനിന്റെ ഒരു 1/3 ഭാഗം തങ്ങളുടെ വഫാത്തിന് ശേഷം അവർ കുറേ വർഷം ജീവിച്ചിരുന്നു. ധാരാളം അറിവുകൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അവരിലൂടെ കരസ്ഥമായി. അവരുടെ കൂടെ ഒരു നബിയുടെ സ്ഥാനം നമ്മൾ ആലോചിച്ച് നോക്കും. ഒരു കന്യകയായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. പക്ഷെ ഓട്ട മത്സരം നടത്തി സന്തോഷിപ്പിക്കാൻ വേണ്ടി തോറ്റു കൊടുക്കാൻ, കളി കാണാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ചുമലിൽ കൂടി കാണാനുള്ള അവസരങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവര് ആഹാരം കടിച്ചാൽ ആ ഭാഗത്ത് വെച്ച് കടിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹത്തിന് ഇത്രയും വലിയൊരു പ്രവാചകൻ പ്രകടിപ്പിക്കാൻ. അതുകൊണ്ട് ഈ വിവാഹബന്ധം ആ നല്ലൊരു സ്നേഹത്തിനും അതേപോലെ മുഹബ്ബത്തിനും യോജിപ്പിനും നന്മകൾക്കും പിന്നെ ഈ തലമുറകളിലൂടെ അള്ളാഹുവിന്റെ ദീൻ ലോകത്ത് പ്രകാശിക്കുന്നതിനൊരു കാരണമാക്കി തീർക്കുമാറാകട്ടെ.